ഹലോ. അപ്പോൾ ദാ വൈകുന്നേരത്തെ പണികൾ തുടങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചായ വെക്കുകയാണ്. ചായന്നാണല്ലോ തുടക്കം. അപ്പോൾ ചായയുടെ വെള്ളം വെച്ചിട്ടുണ്ട്. നല്ല മഴയുണ്ട്, പെരുമഴ എന്ന് പറയാം. എന്ത് മഴയാണ്, എല്ലായിടും ഇത് തന്നെയുള്ള അവസ്ഥ. ഇപ്പോൾ എല്ലായിടത്തും നല്ല മഴയാണ്. ചിലയിടത്ത് പ്രളയം ഉണ്ടാവുന്നുണ്ട്, പ്രളയം ഉണ്ടാവാനുള്ള മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയണത് കേട്ടു. ന്യൂസിലൊക്കെ തന്നെ കണ്ടതാണ് കേട്ടോ. നമ്മളിവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല, വെള്ളം കയറി വരിക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മളവിടെ പാടും തോടൊക്കെ ഒന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ കണ്ടില്ല, പിള്ളേർ അതുവഴി ഏട്ടൻ്റെ കൂടെ പോകുമ്പോൾ കണ്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതാ നല്ല മഴ എന്ന് പറഞ്ഞാൽ അങ്ങനെ മഴയാണ്. തുണികളൊക്കെ അങ്ങനെ കിടക്കുക തന്നെയാണ് കേട്ടോ, ഉണങ്ങാതെ. പിന്നെ അതാ മഴ പെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണല്ലോ എന്തൊക്കെയാണ് തിന്നാൻ തോന്നുന്നത്. അതേപോലെ തന്നെ എനിക്കും കുറേ നേരം എന്തൊക്കെയാണ് കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, കാലത്ത് നമ്മൾ ഭൂരി ഉണ്ടാക്കി, അപ്പോൾ അതിൻ്റെ മാവ് കുറച്ച് ബാക്കി വന്നു. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിലൊരു പ്ലാസ്റ്റിക് പാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം ഞാൻ അതെടുത്ത് തണവ് വിടാൻ വേണ്ടി പുറത്ത് വെച്ചു. ഇങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തേങ്ങയും പഞ്ചസാരയൊക്കെ കൂടിയിട്ട് ഇതുപോലെ നമ്മൾ മാവ് കുഞ്ഞ് പത്തിരി പോലെ പരത്തിയിട്ട് അതിലിതുപോലെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു മെടഞ്ഞ പോലെ ഇങ്ങനെ മടക്കി മടക്കി കൊടുക്കുക. കാണാൻ നല്ല ഭംഗിയാട്ടോ, തിന്നാനും നല്ല രസമാണ് കേട്ടോ സംഭവം. ഞാൻ ചെറുപ്പത്തിൽ ഇതിൻ്റെ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയെങ്കിൽ മൈദ കൊണ്ട് ഉണ്ടാക്കിയ എനിക്ക് അന്ന് അറിയില്ല. വട്ടനെ ഈ വട്ടത്തിൽ ഇതുപോലെ മടക്കായിട്ടുള്ള ഞാൻ കഴിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരു പത്തിരി വെച്ചു, അതിൻ്റെ ഉള്ളിൽ എന്താണ് ഈ തേങ്ങ പഞ്ചസാരയും വെച്ച് നിന്നിട്ട് അടുത്ത പത്തിരി മേലെ വെച്ചിട്ട് ചിറ്റോറങ്ങനത്തെ ഇതായിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഞങ്ങളവിടെ ഉള്ളൊരു താത്ത ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് അവർ വീട്ടിലുണ്ടാക്കിയിട്ട് വിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് ഞങ്ങളിങ്ങനെ വൈകുന്നേരമൊക്കെ ചായക്കടയിൽ പോയി വാങ്ങും ആ വീട്ടിൽ നിന്ന്. അങ്ങനെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വേറൊരു വെർഷൻ ഇത് നമ്മൾ ഇതാണ് ഗോതമ്പ് പൊടി കൊണ്ടാണ് എന്ന് മാത്രം. അത് പിന്നെ ഈ ഒരു ഷേപ്പിലും. അപ്പോൾ പിന്നെ ബാക്കി നമ്മളുടെ ഈ തേങ്ങയും പഞ്ചസാരയും കൂട്ടുണ്ടല്ലോ, അത് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള ഞാൻ ഇതുപോലെ പരത്തിയിട്ട് പൂരി ഉണ്ടാക്കിയിട്ടോ. പിന്നെ ഇതിങ്ങനെ എണ്ണയിൽ ഇങ്ങനെ പൊരിച്ചെടുക്കുക. സംഭവം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കുറച്ച് മധുരം കൂടി എന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ മധുരക്കടികളോടൊന്നും അത്ര ഇഷ്ടമല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ വൈകുന്നേരമൊക്കെ ഒരെണ്ണം രണ്ടെണ്ണമൊക്കെ കഴിക്കാമെന്ന് മാത്രം. രാവിലെ ഒന്നും ഇങ്ങനത്തെ ഐറ്റംസേ കണ്ടുകൂടാം. ഇത് കണ്ടതുപോലെ ഇങ്ങനെ വീർത്ത് നല്ല നല്ല ഭംഗിയാട്ടോ കാണാൻ. അങ്ങനെ കിട്ടും നമുക്ക് ഇതായി വന്നു കഴിഞ്ഞാൽ. പിന്നെ കുറച്ച് കഴിഞ്ഞ സംഭവം ഇങ്ങനെ കുഴഞ്ഞ പോലെ ആവും കേട്ടോ. മഴയെ കാരണം പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാവരും കൂടിയിട്ട് അകത്തിരുന്ന് കളിക്കുന്നു. അപ്പോൾ അവർക്കൊക്കെ ഞാൻ കൊണ്ടുകൊടുത്തുകൊണ്ട് എല്ലാവരുടെ അഭിപ്രായമൊക്കെ ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനും ഒന്ന് കഴിച്ചു, അടിപൊളിയാണ്. ഇനി ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. പിന്നെ നമ്മൾ ചോറൊക്കെ തിളപ്പിച്ച് ഊറ്റി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട് അതും കഴുകി വെച്ച് ഞാൻ കുറച്ച് തുണികൾ ഒന്ന് ഒലർന്ന് അങ്ങനെ ഉണക്കാൻ പോലെ തോന്നി. ഇതൊക്കെ ഞാൻ അടുത്ത് ആത്തിക്ക് കൊണ്ടുപോയിട്ടോ. ഞാൻ അവിടെ ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ സെറ്റാവും നാളേക്ക്. പിന്നെ സുഖം വരുമ്പോൾ നല്ല അയില കൊടുന്നിരുന്നു. നല്ല അയിലല്ല, കുറച്ച് ചീഞ്ഞയിലായിരുന്നു. അത് നന്നായി മുളകും കാര്യങ്ങളൊക്കെ തേച്ച് വറുത്തു. പിന്നെ കുറച്ച് സാമ്പാറും വെച്ച് അന്നത്തെ ദിവസം ഞങ്ങൾക്ക് സാമ്പാറും മീൻ വറുത്തായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.